ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഒരു സ്കാനർ ഫോണിൽ. സ്കാനർ എന്ന് വെച്ചാൽ ഒരു ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് സ്കാനർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് എന്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും എന്ത് സംഭവം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ബാർകോഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു QR കോഡ് ഉണ്ടാവും. നമുക്കെങ്ങനെ ഫോൺ ഉപയോഗിച്ച് ഒരു ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളേതായിട്ടുള്ളൊരു QR കോഡ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ബാർകോഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇതിനെപ്പറ്റിയാണ് വീഡിയോ. നമ്മൾ പല വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു QR കോഡ് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ് ക്വിക്ക് സ്കാൻ. ഈ ക്വിക്ക് സ്കാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ബാർകോഡ് QR കോഡൊക്കെ സ്കാൻ ചെയ്യാം എന്ന് നോക്കുക. നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് അതിന് വരിക. ഇവിടെ സ്കാന് ക്രിയേറ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ സ്കാന് ഓപ്പൺ ചെയ്താൽ ക്യാമറ ഓപ്പൺ ആവും. ഇതിൽ കൂടെ നമുക്ക് ഏതൊരു ബാർകോഡും QR കോഡും സ്കാൻ ചെയ്യാം. ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതാ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്ന് ഇത് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിൽ ടെക്സ്റ്റ് വേണോ, URL വേണോ, അതായത് ഏതെങ്കിലും ലിങ്ക് വെച്ചിട്ടാണ് നമുക്ക് QR കോഡ് ഉണ്ടാക്കേണ്ടത്. വൈഫൈൻ്റെ QR കോഡ് ഉണ്ടാക്കണോ, ഇമെയിലിൻ്റെ QR കോഡ് ഉണ്ടാക്കണോ, SMS-ൻ്റെത്, പൊസിഷൻ്റെത്, അങ്ങനെ ഏത് കാറ്റഗറിയുള്ള QR കോഡാണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ബാർകോഡാണോ നമുക്ക് വേണ്ടത് അത് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കും നമുക്ക്. അതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ ഒക്കെ ഒരു QR കോഡ് നമുക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഈ ക്വിക്ക് സ്കാൻ ഉപയോഗിക്കുക. ആവശ്യക്കാർ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.